ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും സിപിഎം നേതാവുമായ എ പത്മകുമാറും ജയിലിന് പുറത്തേക്ക്. ദ്വാരപാലക ശില്പക്കേസിൽ പത്മകുമാർ സമർപ്പിച്ച സ്വാഭാവിക ജാമ്യ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതിയുടെ ഉത്തരവ് ഇന്നുണ്ടാകും. നേരത്തെ കട്ടിളപ്പാളി കേസിൽ സ്വാഭാവിക ജാമ്യം ലഭിച്ചതിനാൽ രണ്ടാമത്തെ കേസിലും ജാമ്യം ലഭിക്കുന്നതോടെ പത്മകുമാർ ജയിൽ മോചിതനാകും. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, ഇന്നിപ്പോൾ പത്മകുമാർ ജയിൽ മോചിതനാകാനുള്ള സാധ്യത ഏറെയാണ്. കാരണം സ്വാഭാവിക ജാമ്യത്തിന് അർഹനാണ്. നേരത്തെയുള്ള കേസിൽ ജാമ്യം ലഭിച്ചതുകൊണ്ട് തന്നെ ഇന്നത്തെ കേസിൽ കൂടെ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാനുമാകും. ജിൽസി 2025 നവംബർ 20 പത്മകുമാർ ആദ്യമായിട്ട് അറസ്റ്റിലാകുന്നത്. അത് കട്ടിളപ്പള്ളി കേസിലായിരുന്നു. അതിലെ റിമാൻഡ് കാലാവധി 90 ദിവസം പൂർത്തിയായതോടുകൂടെ കഴിഞ്ഞ മാസം 20-ാം തീയതി ആ കേസിൽ ജാമ്യം ലഭിക്കുകയും ചെയ്തു. എന്നാൽ ദ്വാരപാലക ശില്പ കേസിൽ ഡിസംബർ 2 അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതിലെ റിമാൻഡ് കാലാവധിയാണ് ഇപ്പോൾ 90 ദിവസം പൂർത്തിയായതിനെ തുടർന്ന് ഹർജി നൽകുകയും കഴിഞ്ഞ ദിവസം കൊല്ലം വിജിലൻസ് കോടതിയിൽ വിശദമായ വാദം കേൾക്കുകയും ചെയ്തിരുന്നു. ഹർജിയിൽ കർശന ഉപാധികളോടെ തന്നെ ആയിരിക്കും ഇന്ന് പത്മകുമാർ ജാമ്യം ലഭിക്കാൻ പോവുക. ഉത്തരവ് ഇന്നുണ്ടാകുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് കോടതി അറിയിച്ചത്. ഇതുവരെയും എല്ലാ പ്രതികൾക്കും, അതായത് 7 പ്രതികളാണ് ഇതുവരെയും ജയിൽ മോചിതരായത്. അതിൽ 5 പേർക്ക് സ്വാഭാവിക ജാമ്യമാണ് ലഭിച്ചത്. പ്രത്യേക അന്വേഷണ സംഘം 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാതെ വന്നതോടുകൂടെയാണ് ഇത്തരത്തിൽ പ്രതികൾക്കെല്ലാം സ്വാഭാവിക ജാമ്യം ലഭിച്ചപ്പോൾ ഇത്തരത്തിൽ പുറത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ വരുമ്പോൾ എ പത്മകുമാറും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM നേതാവുമൊക്കെ ആയിരുന്ന എ പത്മകുമാറും ഇന്ന് ജയിൽ മോചിതനാകും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഇതിൽ നേരത്തെ തന്നെ ഈ മോചിതരായ പ്രതികളിൽ മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് വരിവരിയായി ഓരോ ആളുകളും പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇതിൽ പ്രത്യേക അന്വേഷണ സംഘം എപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. വലിയ രീതിയിലുള്ള ഒരു വിമർശനങ്ങളൊക്കെ ഉയരുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ കാര്യം ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 120 ദിവസം ആവുകയാണ്. അപ്പോൾ അത്രത്തോളം അടുപ്പിച്ചുള്ള ഒരു ദിവസം എത്തിയിട്ട് പോലും കുറ്റപത്രം സമർപ്പിക്കാത്തത് തന്നെയാണ് പ്രതികൾക്കെല്ലാം അനുകൂലമായി വരുന്നത്. വലിയ രീതിയിലുള്ള കുറ്റങ്ങളൊക്കെ ആയിരുന്നു എ പത്മകുമാറിനെതിരെ പ്രത്യേക അന്വേഷണ സംഘം പറഞ്ഞിരുന്നത്. പത്മകുമാറിന്റെ അറിവോടുകൂടെയാണ് സ്വർണ്ണക്കൊള്ള നടന്നത് എന്നുള്ളൊരു കാര്യമായിരുന്നു പറഞ്ഞത്. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു ജാമ്യ ഹർജിയിൽ അത്തരത്തിലുള്ള വാദങ്ങളിലേക്കൊന്നും പ്രോസിക്യൂഷൻ കടന്നില്ല. കോടതി ജാമ്യം അനുവദിക്കുമെന്നുള്ളൊരു കാര്യം ഏകദേശം ഉറപ്പായി കഴിയുകയും ചെയ്തിട്ടുണ്ട്. 11 മണിക്ക് കോടതി ഇരിക്കും. ആ സമയത്ത് മിക്കവാറും ആദ്യം തന്നെ പത്മകുമാറിന്റെ കേസിലെ ഒരു ഉത്തരവ് എന്താണെന്നുള്ള കാര്യം കോടതി പറയുകയും ചെയ്യും. ജിൽസി, ശരി. ലിജോ റോളൻസ് ആണ് വിവരങ്ങൾ നൽകിയത്.